അതെ, ഞങ്ങൾ വന്ന നാടകം കാണാനാ, അല്ലാതെ പ്രസംഗം കേൾക്കാനല്ല. മിയ, ഒന്നുകൂടി നോക്കാം, കുറച്ചുകൂടി സൗണ്ട്. അതെ, ഞങ്ങൾ വന്നത് നിങ്ങളുടെ നാടകം കാണാനാ, അല്ലാതെ ഈ പ്രസംഗം കേൾക്കാനല്ല. ഓക്കെ, ഗുഡ്. മനു, അതൊക്കെ അല്ലേ? സ്റ്റൈലിന് ആളെ മാറ്റാം. ആളെ മാറ്റാനോ? എടോ, ഇയാള് പെർഫെക്റ്റ് അല്ലേ? മാച്ച് ചെയ്യുന്ന സൗണ്ട് എന്ന് മാത്രമല്ല, എന്റെ ക്യാരക്ടറും ആ വോയിസിലുണ്ട്. അടിപൊളി, ഹാപ്പി. മിയ, സമാധാനിച്ചോ? മനുവിന് ഇഷ്ടായി. ആൾക്ക് ബന്ധുക്കളൊന്നുമില്ലാന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാ പറഞ്ഞ. അനാഥനാ. നാട്ടില് വ്യാസതപോവനം ആശ്രമല്ലേ, അവിടെയാ വളർന്നേ. അമ്പടി കള്ളി ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരിക്ക. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു സിംഗം വന്നപ്പോ ഒന്ന് അന്വേഷിച്ച് വയ്ക്കാന്ന് വിചാരിച്ചു. പിന്നെ നല്ല മനസാക്ഷിയുള്ളവനാ. അതെന്തായാലും നന്നായി. പ്രാക്ടിക്കലായി ചിന്തിച്ച ഇതൊരു നല്ല സാധ്യത അമ്മിയ. നീ എന്തായാലും വിടണ്ട. അയ്യോ, അത്രയൊന്നും ആയിട്ടില്ല. ആളിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആളുടെ മനസ്സ് മുഴുവൻ നാടക. പിന്നെ ആളുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാണ് എനിക്കൊരു ചെറിയ ഹിന്ദി കിട്ടിയേ. എന്റെ അടുത്ത് ഔട്ടിങ്ങിന് വരാൻ പറഞ്ഞിരിക്ക, കടപ്പുറത്തേക്ക്. പോയി നോക്കട്ടെ. എന്നാ പോയി നോക്ക്. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നോ? എടോ വേണ്ട, എനിക്കെല്ലാം അറിയാം. അനിയത്തിയുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ടട്ടോ. അത് ഞാൻ വേറെ കമ്പനിയിൽ ശരിയാക്കിയിട്ടുണ്ട്. താൻ എവിടെ വർക്ക് ചെയ്യുന്നത് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ഫാഷൻ ഡിസൈനറാ, വർക്ക് ഫ്രം ഹോം. ഓ, എന്റെ മനസ്സിലൊന്നും വെക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. എന്റെ ഒപ്പം കൂടാനാണോ ഉദ്ദേശം? എന്താ കുഴിയല്? എന്നും മഴക്കാവില്ലേ? ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാലും എനിക്ക് പേടിയാ. അതെന്താ? ഒരേ ബെഡ് കിടക്കുമ്പോ സ്ഥലം പോരാന്നും പറഞ്ഞ് എന്നെ തള്ളി മറിച്ചിട്ടാലോ? പോടുന്നു. മനു, നമസ്കാരം. എന്താ വൈകിയേ? റോഡ് ഡീറ്റോർ ഉണ്ടായിരുന്നു. കേറുക. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഇരിക്കേ. ഞാനന്ന് ലിഫ്റ്റില്. ഇനി ചായ കുടിച്ചിട്ടാവല്ലേ? അല്ല, നമ്മളെവിടെയാ കണ്ടത്? അതന്ന് ഫ്ലാറ്റ് പൊളിച്ചില്ലേ, അപ്പൊ അച്ഛനെ ന്യൂസിലൊക്കെ കാണിച്ചില്ലേ, അത് മനു കണ്ടിട്ടുണ്ട്. അത് മോൻ കണ്ടാർന്നോ? ഇല്ലേ? അല്ല, ഇതൊരു പെണ്ണ് കാണൽ ചടങ്ങായിട്ട് കൂട്ടിക്കൂടെ നമുക്ക്? കൂപ്പിട്ടാ? അല്ല, എനിക്ക് നേരെ പോന്നുള്ളൂ, അതുകൊണ്ട് ചോദിച്ചോളൂ. ഇതൊരു വിവാഹ നിശ്ചയ ചടങ്ങായി കരുതുന്നതിലും വിരോധമൊന്നുമില്ല. അതന്നെ ഇപ്പൊ ഞാനും പറഞ്ഞതേ. പെണ്ണിനും ചെറുക്കനും ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. ഹലോ. നിങ്ങള്, ഞാനിപ്പോ അടുത്ത വീട്ടിലാ, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അതെ. ഇതല്ലേ നിങ്ങളെ കാണാതായ മോൻ? ഓ അതെ, ഇത് തന്നെ എന്റെ മോൻ. പാടങ്ങോട്ട്.
അതെ, ഞങ്ങൾ കോഫി ഷോപ്പിൽ നിൽക്കുവായിരുന്നേ. അപ്പൊ കൊച്ചിതെ ഇങ്ങനെ പിടിച്ചു. കുട്ടി കിട്ടിയതല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഒന്നിങ്ങോട്ട് വരുമോ? ഇത് ചേട്ടനാ, പറഞ്ഞാ മതി. ചേട്ടാ, ഞങ്ങളുണ്ടല്ലോ കോഫി ഷോപ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ ഒരു മിനിറ്റ് കുട്ടിയെ കിട്ടിയ കഥയല്ലേ? അതെ 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 എനിക്കറിയാം, വാട്സാപ്പ് അല്ലേ? വാട്സാപ്പിൽ നമുക്ക് പുറത്തുനിന്നിട്ട് വിശദമായിട്ടോ. കേരളത്തിൽ ഒരുവിധം എല്ലാ മേജർ സ്നാക്സും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമസ്കാരം. ഇവിടെ കേരളീയന്റെ ഗോഡൌണിലെ കൂടുതലും വേറെ ബ്രാൻഡ്സ് ആണല്ലോ. അതിന്റെ അത് പിന്നെ നാട്ടിൽ നിന്ന് നല്ല നല്ല സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഒരു പാക്കറ്റിലിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് ആക്കി വെക്കല ഇവിടുത്തെ മെയിൻ പരിപാടി അല്ലേ സാർ? വേഗം വാ. അവനുദ്ദേശിച്ച പഴംപൊരിയും പരിപാടിയും പോലെയുള്ള സ്പെഷ്യൽ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കൂ. താങ്ക് യു. കഴിക്കൂ. സാറിന് വേണോ? വേണ്ട വേണ്ട. വേണോ? കൊള്ളാല്ലേ? ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നമുക്ക് അവിടെ ചുറ്റിയിട്ട് അങ്ങനെ പോയി വന്നാലോ? നമസ്കാരം. എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഏയ് ചേച്ചി, ഇയാള് മനസ്സിലായോ? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് സുധി, നമ്മുടെ പോളേട്ടന്റെ സ്പേസിലേക്ക് വന്ന. ഹായ്. സുധീനെ എങ്ങനെ അറിയാ? അയ്യോ മനുവേട്ടാ, ഇയാള് വലിയ ഫേമസ് യൂട്യൂബറാണ്. ആ, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്റെ പുതിയ എപ്പിസോഡ് നാളെ വരുന്നുണ്ട്. സ്റ്റുഡൻസിനെ കങ്കാരു ചാട്ടം പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. Really? ഒരു സെൽഫി എടുക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. വെൽക്കം വെൽക്കം. മോനെ, അച്ഛൻ പോയി കഴിഞ്ഞാ പിന്നെ നീയേ ഉള്ളൂ. അച്ഛൻ എവിടേക്കാ പോണ്? ഒരച്ഛന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ അങ്ങോട്ട് പോവാൻ. നമുക്ക് പോവല്ലേ? ഹലോ ഹലോ. ബന്ധങ്ങൾ കൂടുന്തോറും ദുഃഖത്തിന്റെ ആഴവും കൂടുന്ന ഇപ്പോഴാ മനസ്സിലായി. ഈ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ തന്നെ നഷ്ടപ്പെടുന്നവരുടെ അവസ്ഥയോ? നമുക്ക് പരസ്പരം നഷ്ടപ്പെടാതിരുന്നൂടെ? ഞാനായിട്ട് അങ്ങനെ വിട്ടു പോവില്ല. പോവാം. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ അച്ഛൻ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അച്ഛൻ എപ്പോഴും നമ്മുടെ സന്തോഷമല്ലേ വലുത്. ഈ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് മനസ്സൊന്ന് തണുപ്പിക്കാൻ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? എനിക്കൊരു ചായ മതി. തനിക്കോ? എനിക്ക് ബിസ്കോഫ്. നല്ല കോമ്പിനേഷനാ ചായ ഐസ്ക്രീമും.